PV അൻവറിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഫോൺ ചോർത്തിയെന്നാണ് കേസ്. ഫോൺ ചോർത്തി ദൃശ്യമാധ്യമങ്ങളോട് പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചെന്നായിരുന്നു പരാതി. കോട്ടയം സ്വദേശിയുടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. PV അൻവർ വിളിച്ച വിശദീകരണ യോഗം നടക്കാൻ മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത്. രജീഷ് നരിക്കുനിയുണ്ട് വിവരങ്ങളുമായി. രജീഷ്, ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് PV അൻവറിന്റെ അടുത്ത നീക്കം എന്താ എന്നുള്ളത്. ഇന്ന് വളരെ നിർണായകമായ ഒരു യോഗം വൈകിട്ട് നടത്താനിരിക്കുകയാണ്. അതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത്. എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? നിത, ഈ മാസം 1-ാം തീയതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ PV അൻവറിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഭാരത് സംഹിത നിയമപ്രകാരം 192 വകുപ്പ് പ്രകാരമുള്ള കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് പ്രതി പൊതു സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിലെ നിയമവിരുദ്ധമായി കടന്നു കയറി ചോർത്തുകയോ ചോർത്തിപ്പിക്കുകയോ ചെയ്തു എന്നാണ് ഏറ്റവും പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ചോർത്തിയ വസ്തുതകൾ അത് ദൃശ്യമാധ്യമങ്ങളുടെ പരസ്യമായി വെളിപ്പെടുത്തുകയും പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്ന മനഃപൂർവ്വം ഉപയോഗിച്ചു പ്രകോപനപരമായി കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ദൃശ്യമാധ്യമങ്ങളിൽ പ്രതി നടത്തുന്നു എന്ന ആണ് ഈ പരാതിയിൽ പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. 1/9/2024 വൈകിട്ട് 6 മണിക്കാണ് ഈ പരാതി നൽകിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് PV അൻവറിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് PV അൻവറിൻ്റെ വീടിന് പോലീസ് സുരക്ഷ നൽകിയത്. നേരത്തെ DGP നൽകിയ സുരക്ഷയുടെ ഭാഗമായി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് PV അൻവറിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തോമസ് പീലിയാനിക്കൽ എന്ന മുൻ കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കില്ലെങ്കിൽ വിവരാവകാശ പ്രവർത്തനായി പ്രവർത്തിക്കുന്ന ആളാണ് തോമസ് പീലിയാനിക്കൽ. ഈ പീലിയാനിക്കലിൻ്റെ പരാതിയിലാണ് കോട്ടയത്തെ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോട്ടയം കറുവച്ചാൽ പോലീസ് സ്റ്റേഷനിലാണ് PV അൻവറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ നിയമം, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകളാണ് പ്രധാനമായും PV അൻവറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ നെടുങ്കണ്ടം സ്വദേശിയാണ് തോമസ് പിലിയാക്കൽ. ഈ പരാതി നൽകുന്ന ആൾ. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് PV അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടി എന്തായിരിക്കും പോലീസ് ഇനി സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് എല്ലാവരും നോക്കുന്നത്. ഇന്ന് വൈകിട്ട് 6:30-ക്കാണ് രജീഷ്, ഈ വിഷയത്തിൽ നേരത്തെ ഗവർണർ ഇടപെട്ടിരുന്നല്ലോ. ഈ ഫോൺ ചോർത്തൽ വളരെ അതീവ ഗുരുതരമായ കാര്യമാണ് എന്നുള്ള കാര്യം നേരത്തെ ഗവർണർ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, അല്പം മുമ്പ് PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഇന്ന് യോഗം നടക്കാൻ പോകുന്നുണ്ട്, ഇനി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു തിരിച്ചടി എനിക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അടുത്തൊരു നടപടിയിലേക്ക് കടക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം CPM തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കൂടി നമുക്ക് സൂചിപ്പിക്കുന്നത്. കാരണം ഇത്തരത്തിൽ പരാതി ലഭിച്ച് 1-ാം തീയതി ലഭിച്ച പരാതിയാണ്. പക്ഷേ ഇതുവരെ കേസെടുത്തില്ല. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്രയും ദിവസം, അതായത് 28 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട FIR ഇടുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നതെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇതിൽ പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഗവർണർ അടക്കം ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിരുന്നു. ഇത്തരത്തിൽ ഈ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നായിരുന്നു സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്തൊന്നും സർക്കാർ സ്വമേധയാ കേസെടുക്കുകയോ അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറായിരുന്നില്ല. ഇനി ഏറെ നിർണായകമായ കാര്യങ്ങളിലേക്ക് പോവുക. ഇന്ന് വൈകിട്ട് 6:30-ക്കാണ് നേരത്തെ സൂചിപ്പിച്ച ഈ PV അൻവർ നടത്തുന്ന പൊതുസമ്മേളനം ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശക്തമായ ഒരു പൊതുസമ്മേളനമായി ഇത് ചന്തമുക്കിലെ ഈ പൊതുസമ്മേളനം അത് വലിയ രീതിയിൽ ഒരു ശക്തി പ്രകടനമാക്കി തന്നെ PV അൻവർ മാറ്റും. പക്ഷേ അതിനു മുമ്പ് തന്നെ അതിലിനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും PV അൻവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. ഈ കേസെടുത്ത കാര്യവും അതോടൊപ്പം തന്നെ CPM-നെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഒപ്പം എതിരെയൊക്കെ ആഞ്ഞടിക്കുമോ ഇല്ലയോ, ഒരു പുതിയ സംഘടന രൂപീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ, ഇതൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വൈകിട്ട് 6:30-ക്കാണ് ഈ പൊതുസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതാ ഒരു കാര്യം കൂടി രജീഷ്, 2 ദിവസം മുൻപ് PV അൻവറിന്റെ മണ്ഡലത്തിലെല്ലാം PV അൻവറിനെതിരെയുള്ളൊരു പ്രകടനമൊക്കെ നടത്തിയിരുന്നു. അത്തരത്തിൽ പോകുമ്പോഴും ഇന്നത്തെ ഈ ശക്തി പ്രകടനത്തിൽ PV അൻവറിനൊപ്പം ആളുകൾ നിൽക്കുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണോ അൻവർ ഉള്ളത്? തീർച്ചയായിട്ടും. കാരണം ഇതിനു മുമ്പ് PV അൻവർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച സമയത്ത്, ലോക്സഭയിലേക്ക് മത്സരിച്ച സമയത്തൊക്കെ അവിടെ 2-ാം സ്ഥാനത്ത് CPI സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് നേടി 2-ാം സ്ഥാനത്ത് PV അൻവർ ആ മണ്ഡലത്തിൽ എത്തുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് നമുക്ക് അവിടെ കാണുകയുണ്ട്. ആ ഒരു ജനപിന്തുണ ഇന്നും PV അൻവർ ഉണ്ടെന്നാണ് അദ്ദേഹം കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അവിടുത്തെ ആളുകളെയൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലൊരു പൊതുസമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്.
വലിയ പിന്തുണ ഇത്തവണയും PV അൻവറിന് ലഭിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. ഇന്ന് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ ഫ്ലെക്സുകളും ഒക്കെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത്. ഇതൊക്കെ ഒരു അനുകൂല ഘടകമായി കണ്ടുകൊണ്ട് ഈ കൂടുതൽ ആളുകളെ ക്രോഡീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ശക്തി പ്രകടനം തന്നെയായിരിക്കും ഇന്ന് അൻവർ അവിടെ നടത്താൻ പോകുന്നത്. ശരി രജീഷ്, എന്തായാലും PV അൻവറിന്റെ വളരെ നിർണായകമായ നീക്കത്തിലേക്ക് കടക്കുകയാണ്. അൻവർ ഇന്ന് വൈകിട്ട് പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അടുത്ത നീക്കം എന്താകും എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുമെന്ന് 2 ദിവസം മുൻപ് തന്നെ അൻവർ അറിയിച്ചിരുന്നു. അത്തരത്തിലാണ് ഇന്നിപ്പോൾ വൈകിട്ട് 6:30 യോഗം നടക്കാനിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ് എന്ന് വേണം കരുതാൻ. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഫോൺ ചോർത്തിയെന്ന കേസിൽ ഇപ്പോൾ PV അൻവറിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഈ വിഷയത്തിലും എന്താകും PV അൻവറിന്റെ മറുപടി എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത്. വൈകുന്നേരമാണ് 6:30-ക്കാണ് ഈ യോഗം ചേർത്തിരിക്കുന്നത്. എത്രത്തോളം ആളുകൾ ജനപിന്തുണ ലഭിക്കുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.